Hi friends. ഒന്ന് നോക്കിയേ. According to me, this is the best solution. According to me, this is the best solution. എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? According to നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് മറ്റൊരാളുടെ അഭിപ്രായം പറയാനാണ്. According to നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ പറയാനാണ്. Other people's opinion. ഗ്രാമാറ്റിക്കലി അല്ല ഈ പറയുന്നത്. മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ യൂഷ്വലി അക്കോർഡിംഗ് ടു മീ എന്ന് പറയാറില്ല. അപ്പൊ സെന്റൻസ് എങ്ങനെ വരും എന്നല്ലേ നമ്മൾ ആലോചിക്കുന്നത്. നോക്കിയേ, അക്കോർഡിംഗ് ടു മൈ ഫാദർ ഹാർഡ് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹാർഡ് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്, ഫാദറിൻ്റെ ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്തത്, അക്കോർഡിംഗ് ടു മൈ ഫാദർ എന്ന് പറഞ്ഞത്. ഫാദറിന്റെ അഭിപ്രായത്തിൽ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത്തരത്തിലുള്ള രണ്ട് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഹർ ദ മൂവി വാസ് ബോറിംഗ്. According to her, the movie was boring. അവളുടെ അഭിപ്രായത്തിൽ ആ മൂവി വളരെ ബോറിംഗ് ആയിരുന്നു. According to her, the movie was boring. മറ്റൊരാളുടെ അഭിപ്രായമാണ് നമ്മൾ ഇവിടെ എല്ലാം പറഞ്ഞത്. ഒരു സെന്റൻസ് കൂടി നോക്കാം. According to the doctor, you need rest. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ നിനക്ക് റെസ്റ്റ് ആവശ്യമാണ്. According to the doctor, you need rest. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം പറയാനാണ് നമ്മൾ according to യൂസ് ചെയ്യുന്നത് അല്ലേ കൂടുതലായും. അപ്പോൾ നമ്മളുടെ അഭിപ്രായം പറയണ്ടേ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് I think, in my opinion, in my view. ഇത്തരത്തിൽ കുറെ ഫ്രേസസ് ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്താണ് നമ്മളുടെ അഭിപ്രായം നമ്മൾ പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കിയേ, അക്കോർഡിംഗ് ടു മീ ദിസ് ഇസ് ഗുഡ്. എങ്ങനെ എഴുതാം നമുക്ക്? I think this is good. I think this is good. അതല്ലെങ്കിൽ in my opinion അല്ലെങ്കിൽ in my view. In my opinion, this is good. In my opinion, this is good. അപ്പോ according to me എന്നത് നമുക്ക്, അപ്പോൾ according to me എന്നത് മാറ്റി നമുക്ക് I think, in my opinion എന്നൊക്കെ പറയാം. ഇതൊന്നും ഗ്രാമാറ്റിക്കലി വലിയ തെറ്റുകളല്ല. എന്നാലും ചെറിയ ചേഞ്ചസ് നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടുമെങ്കിൽ അങ്ങനെയൊന്നും മാറുന്നതിൽ തെറ്റില്ല. ഇന്നത്തെ ടോപ്പിക് വളരെ സിമ്പിൾ ആണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.